അതുകൊണ്ട് ഇത്തവണത്തെ തിരുനാൾ ഏറ്റവും മഹനീയമായി സംഘടിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഇത്തവണത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ മാത്രമാകില്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമാകില്ല, നമ്മുടെ ബന്ധുമിത്രാദികൾ മാത്രമാകില്ല, ഒരിക്കൽ പോലും നമുക്ക് കാണാൻ പോലും കഴിയാത്ത നമ്മുടെ സഹോദരനോ നമ്മുടെ സഹോദരിയോ നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയോ അല്ലാതിരുന്നിട്ട് പോലും അവരെക്കാൾ പ്രിയപ്പെട്ടവരായി നമുക്കിടയിൽ മാറിക്കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മരണപ്പെട്ടവരും ഒറ്റപ്പെട്ടു പോയതുമായിട്ടുള്ള ചൂരൽ മല നിവാസികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ പ്രാർത്ഥനകൾ കൂടിയാകും ഇത്തവണ യോഗപ്രാസമ്മയുടെ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുകൂടി പറഞ്ഞു വയ്ക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമ്മൾ ഒരുമിച്ച് മലയാളത്തെ തിരിച്ചു പിടിക്കാൻ പ്രാർത്ഥനകളിലും നമ്മുടെ മറ്റെല്ലാ സഹായങ്ങളിലും ഒപ്പമുണ്ടാകും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ കൊടുത്ത് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാതെ പോയാൽ ആ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ നമുക്കൊരു പങ്കുമില്ല എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. 30-ാം തീയതി അതിഭീകരമായിട്ടുള്ള ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, അതിഭീകരമായി ഈ ദുരന്തമുണ്ടായ രാത്രി മരണപ്പെട്ടവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും നിലവിളികളുടെ നടുവിലൂടെ നടന്നു പോകുന്ന നേരത്ത് എൻ്റെ വാട്സപ്പിൽ ഒരമ്മയുടെ സന്ദേശം വന്നു. പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന വിശുദ്ധയായ ദേവുപ്രാസമ്മയെ നമ്മൾ പറയുന്നത് പോലത്തെ ഒരമ്മയല്ല, നേരെ മറിച്ച് എന്നെക്കാൾ പ്രായം കുറഞ്ഞിട്ട് പോലും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തയാളാണ് എന്നുള്ളത് കൊണ്ട് അമ്മ എന്ന പദം അലങ്കരിക്കാൻ പറ്റിയ ഒരു കൊച്ചു പെൺകുട്ടി എനിക്കെഴുതിയ, മന്ത്രി എന്ന നിലയിൽ എനിക്കെഴുതിയ ഒരു സന്ദേശമുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്ദേശം. ആ സന്ദേശത്തിൽ ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞത്, വാർത്തകൾ കൊണ്ട് കരള് പിടയുകയാണ്, മുല കൊടുക്കുന്ന മക്കൾ അമ്മമാർ നഷ്ടപ്പെട്ടവരായി അവിടെ ഒറ്റപ്പെട്ടു പോയി എന്ന വാർത്ത കേട്ട് കരച്ചിലോടുകൂടിയാണ് ഞാൻ ഈ വരികൾ മന്ത്രിക്ക് എഴുതുന്നത്. അവർ പറഞ്ഞു, അങ്ങനെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അമ്മമാരെ നഷ്ടപ്പെട്ടവരായി അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിറമാറുമായി ഒരമ്മ വിളിപ്പാടകലെ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് അവരെ അറിയിക്കണം. ഏതു നേരത്തും വിളിക്കാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളിവിടെയുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ചൂരൽമലയെ നമ്മൾ പുനർനിർമ്മിക്കും എന്നതിൻ്റെ നമുക്ക് ഉറപ്പ് നിറമാറുമായി കാത്തിരിക്കുന്ന, കേരളത്തിൽ ഒന്നും നൽകാൻ കഴിയാത്ത മലയാളത്തിന്റെ മാതൃത്വം കൂടി പങ്കെടുക്കുന്നതാണ് കേരളത്തിലെ ചൂരൽമലയിലെ പുനർനിർമ്മാണം എന്ന അഭിമാനകരമായ വസ്തുത കൂടി വെച്ചുകൊണ്ടാണ്. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചൂരൽമലയെ തിരിച്ചു പിടിക്കാനുള്ള കരുത്തുണ്ടാകും. വിശുദ്ധയായ ദേവുപ്രാസമ്മയോട് നാം അഭ്യർത്ഥിക്കുമ്പോൾ, നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളിൽ ആ മനുഷ്യർ കൂടി ഉണ്ടാകണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, നല്ലതുപോലെയുള്ള സംഘാടനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. മറ്റന്നാൾ നമ്മളെല്ലാവരും ആതിഥേയരാണ്. നമുക്കിടയിലേക്ക് എത്തിച്ചേരുന്ന ഓരോ മനുഷ്യരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ച് ദേവുപ്രാസമ്മയുടെ അനുഗ്രഹങ്ങൾ മേടിക്കാൻ അവർക്ക് അവസരമുണ്ടാക്കി, നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർക്ക് പ്രാർത്ഥിക്കാനും അവർക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് ഈ തിരുനാളിൽ പങ്കെടുക്കാനും അവസരമുണ്ടാക്കി കൊടുക്കുക എന്ന വലിയ ചുമതല നിങ്ങളോ ഞങ്ങളോ അല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിർവഹിക്കും എന്ന് കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അവസരം ലഭ്യമായത്, ദേവുപ്രാസമ്മയുടെ വിശുദ്ധമായിട്ടുള്ള ഓർമ്മകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസരം ലഭ്യമാക്കിയതിൽ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന, നമുക്ക് വേണ്ടി എല്ലാവിധത്തിലും നമ്മളോട് ഒപ്പം നിൽക്കുന്ന ആ വിശുദ്ധയായ അമ്മയുടെ മുമ്പിൽ എല്ലാ പ്രാർത്ഥനകളും നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.